ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പുതിയ ഫേസ് തന്നെയാണ്. മാർവലിൻ്റെ പുതിയൊരു ഫേസ് തന്നെയാണ്. മെയിൻ ക്യാരക്ടറായിട്ട് ഇതിനകത്ത് ഹാരിസൺ ഫോർഡും അതേപോലെ തന്നെ ആന്റണി മക്കി തന്നെയാണ്. അത് ഫാൽക്കനായിട്ട് മറ്റുള്ള മാർവൽ സീരീസിൽ വന്നിരിക്കുന്ന പുള്ളിയാണ് ഇതിനകത്ത് ഫാൽക്കൻ പ്ലസ് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു കഥയായിട്ടാണ് എനിക്കിത് ഫീൽ ആയിരിക്കുന്നത്. ഒരു തരത്തിലും ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റെഡ് ഹൾക്ക് ആണെങ്കിലും റെഡ് ഹൾക്ക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ശരിക്ക് ഇതിനകത്തൊരു മാച്ചിങ് ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പടം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഹൾക്ക് ഇൻഡിവിജ്വൽ പടങ്ങൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കാരണം അതായിട്ട് ഒരു കണക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഈ പറയുന്ന ബ്രേവ് ന്യൂ വേൾഡ്. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത്, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത് അങ്ങ് എൻഡിലാണ് സംഭവം ഉള്ളത്. അത് വെയിറ്റ് ചെയ്ത് കാണണം എന്നൊന്നും ഞാൻ പറയില്ല. സമയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. കാരണം ക്യാപ്റ്റൻ അമേരിക്ക വിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ലൈക്ക് അടുത്തൊരു സംഭവം ഉണ്ടാവുന്നുള്ളത് നോർമലി മാർവലിൽ കാണിക്കുന്ന പോലെ. അപ്പം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്ത് കാണാം. 3D മാക്സിമം ഒഴിവാക്കാൻ നോക്കുക.